ആകാംക്ഷകൾക്കും ചോദ്യങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് രാഹുലേട്ടായി ഇന്ന് നിയമസഭയിലെത്തിയിരിക്കുന്നു. ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. ആണല്ലേ? എന്നിട്ട് എന്തിനാ മോൻ നിയമസഭയിലേക്ക് വന്നത്? നിയമസഭയുടെ പടി ചവിട്ടരുതെന്നല്ലേ സതീശേട്ടൻ പറഞ്ഞത്? അപ്പൊ പിന്നെ ഞങ്ങളുടെ സതീശേട്ടന്റെ വാക്കിന് വലിയ വിലയല്ലേ നിങ്ങൾ ഓർക്കണത്? പാർട്ടിക്ക് ഒരു പ്രതിരോധത്തിൽ അവരെ പാർട്ടിയുടെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു. ആ സ്റ്റാൻഡിൽ ഉറച്ചുകൊണ്ട് തന്നെ ഭരണകക്ഷിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായി ഞങ്ങൾ നിയമസഭയിൽ പോരാടും. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും വന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിഷയമല്ല. അത് ഇപ്പൊ ഞങ്ങളോടൊപ്പം ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും കാണിക്കട്ടെ, അതിന് ഞങ്ങളോട് എന്തിനാ ചോദിക്കണെന്നാണ് മുരളിയേട്ടൻ ചോദിക്കണത്. ഒന്നോ, രാഹുലേട്ടായി നിങ്ങളുടെ ആരുമില്ലെന്ന് എങ്ങനെ എടുത്തടിച്ച പോലെ പറയാൻ പറ്റണത്? ഇത് ഞങ്ങളുടെ രാഹുലേട്ടായി എങ്ങനെ കേട്ടുക്കും? ജനങ്ങൾക്ക് ഇതിനോടകം ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേയറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ പിന്തുണയും നൽകുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പാർട്ടിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല. അതെ അതെ, മതിപ്പ് കാരണം ഇപ്പൊ പുറത്തിറങ്ങുമ്പോ തലയിൽ മുണ്ടിട്ട് അടക്കേണ്ട അവസ്ഥ വന്നില്ലേ? എന്നാലും നിയമസഭാ സമ്മേളനം എന്നൊക്കെ പറയുമ്പോ ഭരണപക്ഷത്തിന് അടിക്കാൻ വേണ്ടിട്ട് എന്തോരം പടികളാണ് പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ടാവുക. ഇതിപ്പോ രാഹുലേട്ടായിയുടെ ഒറ്റൊരു എൻട്രിയോടുകൂടി അവരൊക്കെ സൈലന്റ് മോഡ് ഓൺ ആക്കിയില്ലേ? എന്നാലും ഞങ്ങളുടെ പ്രതിപക്ഷത്തിന് ഈ ഗതി വന്നല്ലോ. ജില്ലാ പ്രസിഡന്റ് അനുഗമിച്ച് ഇപ്പോൾ രാഹുലിന്റെ SFIക്കാർ തടയുന്നുണ്ട്. എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയടാ. ആരൊക്കെ എന്തൊക്കെ ചോദിച്ചിട്ടും കാര്യമില്ല, ആ നാഭിന്ന് ഒന്നും വരാൻ പോണില്ല. ഇപ്പൊ നിയമസഭയിലേക്ക് വരാണ്ടിരിക്കുന്നതാണ് നല്ലതെന്ന് ഞങ്ങളുടെ സതീശേട്ടൻ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അങ്ങനെ രാഹുലേട്ടായി നിയമസഭയിലെ പിന്നിരയിലെ സീറ്റിൽ പോയിട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കുറിപ്പ് കൊണ്ടുകൊടുത്തു. അത് വായിച്ച ഉടനെ തന്നെ രാഹുലേട്ടായി റോക്കറ്റ് വിട്ട പോലെ പുറത്തേക്ക് ഇറങ്ങി. എന്തായിരിക്കും അല്ലേ ആ കുറിപ്പിൽ എഴുതിണ്ടാവുക? അദാലത്തിൽ പങ്കെടുക്കുന്നുണ്ടോന്നാണ് ആ കുറിപ്പിൽ എഴുതിയെന്ന് പിന്നീട് പറയണ കേട്ടു. എന്നാ പിന്നെ നേരിട്ട് അദാലത്തിൽ പങ്കെടുത്ത പോരെ? വെറുതെ കോൺഗ്രസ് നേതാക്കളുടെ പ്രഷർ കൂട്ടാൻ വേണ്ടി നിയമസഭയിലേക്ക് പോയത് എന്തിനാ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ രാഹുലേട്ടായിയുടെ ചങ്കൾ ആരുമില്ല ഇവിടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രസിഡന്റ് പറഞ്ഞൊരു വാചകത്തിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മറുപടിയാണെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. ശരി, വീണ്ടും തേച്ചല്ലേ? അങ്ങനെ ഒരു ഭാഗത്തൊന്നും സപ്പോർട്ട് കിട്ടാണ്ട് വീണ്ടും ഏകനായി രാഹുലേട്ടായി. മഹാഭാവികളെ, ദിവസം ഉറങ്ങാൻ പറ്റാണ്ട് ട്രോമയിലായി പാരസെറ്റമോളും സിട്രസനും വാരി തിന്നണ ആ മനുഷ്യന്റെ മുന്നിലാണോ നിങ്ങളുടെയൊക്കെ പ്രതിഷേധം? ഇതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങളുടെ രാഹുലേട്ടായി ചെയ്തത്? സ്ത്രീകളുടെ പിന്നാലെ പോയിട്ട് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതോ അതോ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതോ? അതൊക്കെ ഒരു തെറ്റാണോ അല്ലേ രാഹുലേട്ടായി? എന്നാലും 8ന്റെ മുകളിൽ 16ന്റെ പണി കൊടുത്ത പോലെ രാഹുലേട്ടായിയുടെ സഭാ എൻട്രി. പാവം കോൺഗ്രസ് നേതാക്കള് അവരുടെ ഞെട്ടല് ഇതുവരെ മാറിയിട്ടില്ല. ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. എന്നിട്ടാണ് ഇവിടെ മഹാഭാവി കെട്ടി എഴുന്നള്ളി അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളല്ല, നിങ്ങളുടെ തന്നെ നേതാക്കള്. കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടം ഇല്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുക. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞിരിക്കും. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥമല്ല. നീ ഞങ്ങളുടെ ആരുമില്ലെന്ന് കോൺഗ്രസ് നേതാക്കള് രാഹുലേട്ടായോട് പറഞ്ഞിട്ടും നിയമസഭയിലേക്ക് കയറി ചെല്ലാൻ കാണിച്ച ഒരു തൊലിക്കെട്ടുണ്ടല്ലോ, അതാണ് ഹൈലൈറ്റ് എന്നാണ് ഇവിടെ പൊതുവെ ഉള്ളൊരു ടോക്ക്. എന്നാലും പ്രതിപക്ഷത്തിന്റെ അവസ്ഥ. നിയമസഭാ സമ്മേളന കാലം എന്നൊക്കെ പറയുമ്പോൾ മാസ് ഡയലോഗും ചോദ്യങ്ങളും വാക്കൗട്ടൊക്കെ ആയിട്ട് ഭയങ്കര സ്റ്റാർ ആവേണ്ട ആൾക്കാര് ഇപ്പൊ സൈലന്റ് മോഡ് ഓൺ ആക്കിയിരിക്കല്ലേ. ഇതിനൊക്കെ എങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.